നമസ്കാരം. പ്രതിപക്ഷത്തിന്റെയൊക്കെ പ്രതിഷേധം തള്ളിക്കൊണ്ട് ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമൊടുവിൽ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. ബില്ലിനെ അനുകൂലിച്ച് 288 അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 232 അംഗങ്ങൾ എതിർത്തു. ആകെ 520 പേരാണ് വോട്ട് ചെയ്തത്. പാർലമെന്റിൽ അതിരാവിലെ തന്നെ ബില്ല് പാസായി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശക്തമായി ബില്ലിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുകയാണ്. 14 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ലിൽ വോട്ടെടുപ്പ് നടന്നത്. 128 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 95 പേർ ബില്ലിനെ എതിർത്തു. പ്രതിപക്ഷ നേതാക്കൾ അവതരിപ്പിച്ച ഭേദഗതികളും വോട്ടിനിട്ട് തള്ളി. ഇനി രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ വഖഫ് ബിൽ നിയമമാകും. ബില്ലിനെ എതിർത്തിരുന്ന നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നിലപാട് മാറ്റി. അംഗങ്ങൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്ന നേതൃത്വം അറിയിക്കുകയായിരുന്നു. മതന്യൂനപക്ഷങ്ങളുടെ നിലപാട് കൂടി പരിഗണിച്ചാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. ലോക്സഭയിൽ BJDക്ക് അംഗങ്ങളില്ല. രാജ്യസഭയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. BJD കാലുമാറിയെങ്കിലും NDA സഖ്യകക്ഷിയായിരുന്ന അണ്ണാ DMK ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. YSR കോൺഗ്രസും BRS അംഗങ്ങളും ബില്ലിനെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി ഒഴികെയുള്ള 18 MPമാരും ബില്ലിനെ എതിർത്താണ് വോട്ട് ചെയ്തത്. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കിയതോടെ മുനമ്പത്ത് നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തി. മോദിക്കും സുരേഷ് ഗോപിക്കും ഇവർ ജയ് വിളിച്ചു. ബില്ലിൽ ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് രാജ്യസഭയിൽ നടന്നത്. മതത്തെക്കുറിച്ചല്ല, മറിച്ച് സ്വത്തുക്കളും അത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ബില്ല് എന്നായിരുന്നു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് മന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടത്. അഴിമതി തുടച്ചു നീക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഉടമാവസ്ഥ അവകാശം തെളിവ് നൽകേണ്ടത് ഇനി ആവശ്യമായി വരുമെന്നും വഖഫ് ബോർഡിന്റെ ഏതൊരു അവകാശവാദവും സ്വയമേവ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്ന രീതി ഇതോടെ ഇല്ലാതാകുമെന്നും റിജു പറഞ്ഞു. കൂടാതെ 2014 പൊതു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് UPA സർക്കാർ ദില്ലിയിലെ കണ്ണായ സ്ഥലത്തെ 123 വസ്തുക്കൾ ദില്ലി വഖഫ് ബോർഡിന് കൈമാറിയെന്നും കിരൺ റിജു ആരോപിച്ചു. എന്നാൽ രാജ്യത്ത് തർക്കത്തിന് വിത്തുപാകുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചത്. വിവാദമായ ഈ പ്രതികരണത്തിനെതിരെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഈ ബില്ലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം പ്രിയങ്ക ഗാന്ധി വിദേശത്തായിരുന്നതിനാൽ ഹാജരായില്ല. വഖഫ് കൗൺസിൽ ഘടന സംബന്ധിച്ച NK പ്രേമചന്ദ്രന്റെ ഭേദഗതി നിർദ്ദേശം തള്ളി NDAക്ക് 293 അംഗങ്ങളും ഇന്ത്യ സഖ്യത്തിന് 3 സ്വതന്ത്രരടക്കം 236 അംഗങ്ങളുമാണ് ലോക്സഭയിലുള്ളത്. 1995 വഖഫ് നിയമത്തിനാണ് ഭേദഗതി. ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. JPCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് ലോക്സഭയും പിന്നാലെ രാജ്യസഭയും പാസാക്കിയത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.